ഓണത്തിൻ്റെ തിരക്കും നബിദിനത്തിൻ്റെ തിരക്കും അതുപോലെ ഈ തിരക്കിൻ്റെ ഇടയിലുള്ള പണിത്തിരക്കൊക്കെ കഴിഞ്ഞ് വീട്ടിലിങ്ങനെ വെറുതെ ഇരിക്കുന്ന ഒരു സമയത്ത് തോന്നിയ ഒരു ബുദ്ധി, എവിടേക്കെങ്കിലും ഒരു യാത്ര പോയാലോ എന്ന്. എന്തായാലും പണിയൊന്നും ഇല്ല, പണിയൊക്കെ പുതിയത് കിട്ടിയിട്ട് വേണം. അപ്പോൾ അതുവരെ എന്തായാലും റെസ്റ്റാണ്. ഈ ഒരു സമയത്ത് ഓണത്തിൻ്റെ തിരക്കൊക്കെ കഴിഞ്ഞപ്പോൾ കയ്യിലെ കായും കഴിഞ്ഞിക്കണ്, അത് വേറെ കാര്യം. എന്തായാലും ചങ്ങായിമാരത്ത് കുറച്ച് പൈസ കടം മേടിച്ചിട്ട് നേരെ ഒരു യാത്ര പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. കോയമ്പത്തൂരായിരുന്നു ലക്ഷ്യം. കോയമ്പത്തൂരിന് വേറെ എവിടെയെങ്കിലൊക്കെ പോകാമെന്നുള്ള പ്ലാനായിരുന്നു. അങ്ങനെ എന്തായാലും ഒരു 7:30 പ്ലാൻ ഇട്ടു. 8:40 ഒരു ട്രെയിൻ ഉണ്ടായിരുന്നു കോയമ്പത്തൂർക്ക്. അപ്പോൾ ആ ട്രെയിനിന് പോകാനായിരുന്നു ഉദ്ദേശം. എന്തായാലും റോഡിലിറങ്ങി ബസ് കയറി. ബസ് നമ്മളെ വൈലത്തൂർ ജംഗ്ഷൻ അറിയാലോ, അത്യാവശ്യം നല്ല ബ്ലോക്ക് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ട്രെയിൻ മിസ്സായി. 9:10 ഒരു ചെന്നൈ വണ്ടി ഉണ്ടായിരുന്നു, അതിൽ കയറി. ആ ട്രെയിന് കോയമ്പത്തൂർ ടച്ച് ചെയ്യാത്തതുകൊണ്ട് പോത്തന്നൂർക്കാണ് ടിക്കറ്റ് എടുത്തത്. പോത്തന്നൂരിൽ നിന്ന് കോയമ്പത്തൂർക്ക് നോക്കിയപ്പോൾ 10 കിലോമീറ്ററാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഐഡിയ മാറ്റി പാലക്കാട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. പാലക്കാടാകുമ്പോൾ കുറച്ച് ആളുകൾ എന്തായാലും ഉണ്ടാവുമല്ലോ, അങ്ങനെ രാത്രി ആകുമ്പോൾ പേടിയും വേണം. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് ട്രെയിനിൽ നിന്ന് കുറച്ച് ഫാമിലീസ് ഇങ്ങനെ പറയുന്നുണ്ട് ഞങ്ങൾ പഴനിക്കാണ് പോകുന്നതെന്നുള്ളൊരു സംസാര വിഷയം കേട്ടപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, എങ്ങനെ നിങ്ങളിഞ്ഞ് പഴനിക്ക് പോയി രാത്രി നേരത്തെ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് രാവിലെ 4 മണിക്ക് പാലക്കാട്ടിൽ നിന്ന് ട്രെയിനുണ്ട് പഴനിക്ക്, 6:30-7 മണിയാകുമ്പോഴത്തേന് എത്തുമെന്ന് പറഞ്ഞു. അപ്പം ഞാനും അവരുടെ കൂടെ കൂടി പാലക്കാട് എത്തി. പുറത്ത് പോയി പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്ത് പോയിട്ട് ഒരു ചായയും നമ്മളെ പഴയ പാർലേജ് ബിസ്ക്കറ്റൊക്കെ തിന്ന് ഒരു ട്രെയിനിൻ്റെ ടിക്കറ്റ് നമ്മളെ പാലക്കാട്ടിൽ നിന്ന് പഴനിക്ക് 60 രൂപയാണ്. ആ 60 രൂപേൻ്റെ ടിക്കറ്റ് കൊടുത്തിട്ട് നേരെ ഒന്ന് ഉറങ്ങി, ഒരു 3:30 വരെ ഒന്ന് ഉറങ്ങിയിട്ട് നേരെ ട്രെയിൻ വന്നു. അതിൽ കയറി നമ്മളെ പഴനി വന്നിറങ്ങി. ഇവിടെ വന്ന് കുറച്ച് വെള്ളം കുടിച്ചിങ്ങനെ ഇരിക്കുകയാണ്. നമുക്ക് പഴനിയിൽ നിന്ന് കൊടൈക്കനാലിലേക്കുള്ള ബസ് എത്തിയിരിക്കുകയാണ്. ബസ്സൊക്കെ മാറ്റിക്കണമെന്ന് തോന്നുന്നു, പുതിയ ബസ്സുകളാണെന്നൊരു സംശയമുണ്ട്. അപ്പോൾ എന്തായാലും ഇവിടുന്ന് ഒരു 10 റുപ്യേൻ്റെ ടോക്കൺ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സീറ്റ് കിട്ടും. അപ്പോൾ എന്തായാലും അത്യാവശ്യം നല്ല തിരക്കുണ്ട് കൊടൈക്കനാലിക്ക്. എന്തായാലും ഈ ഓണത്തിൻ്റെ വെക്കേഷനും നബിദിന വെക്കേഷനൊക്കെ അല്ലേ. അപ്പോൾ ടോക്കൺ എടുക്കാൻ ഞാൻ ഏതായാലും മെനക്കെട്ടില്ല, കാരണം അത്യാവശ്യം നല്ല ആൾക്കാരുണ്ട്. സീറ്റിലോടിനെക്കാട്ടി അത്യാവശ്യം നല്ല ആൾക്കാരുള്ളതുകൊണ്ട് ഞാൻ അതിനെന്തായാലും മെനക്കെട്ടിട്ടില്ല. അപ്പോൾ ഇനി പോകാനുള്ളത് നമുക്ക് കൊടൈക്കനാലിലേക്കാണ്. അപ്പോൾ കൊടൈക്കനാലിലെ യാത്രാവിശേഷങ്ങളിലേക്ക് ഒന്ന് കടക്കണം. ഒരു 2-3 പ്രാവശ്യം പോയതുകൊണ്ട് അവിടെ കൊടൈക്കനാൽ ചുറ്റുഭാഗത്തുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. എന്തായാലും കൊടൈക്കനാൽ എത്തിയിട്ട് നമ്മളെ കുറേ ഗ്രാമങ്ങളൊക്കെ ഉണ്ട്, അവിടെയൊക്കെ പോകണം എന്നാണ് പ്ലാനിങ്. എന്താവും എന്നുള്ളതൊക്കെ ഒന്ന് കണ്ടറിയണം. അപ്പോൾ നമുക്ക് വീഡിയോ അങ്ങനെ വന്നുകൊണ്ടിരിക്കും, നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ടും ചെയ്യട്ടോ.